ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഞാനും ഇക്കയും ഇവിടെയാണ് പോകുന്നത്. നമ്മൾ വേറെ എവിടെയല്ല, ശനിയാഴ്ചയായിരുന്നു ഉണ്ടായത്. നമ്മുടെ ഇൻഡോർ സർവീസിന് വേണ്ടിയിട്ടാണ്. രാവിലെ 9 മണിക്ക് 8:30 മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. റെയിൽവേൻ്റെ അടുത്തെത്തുമ്പോൾ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ ദൂരെ നിന്നു. അങ്ങനെ ബ്ലോക്ക് കഴിഞ്ഞു. നമ്മൾ റെയിൽവേ കടന്നു ഗൈസ്. അപ്പോൾ ഇൻഡോർക്കിൻ്റെ നാലാമത്തെ സർവീസാണ് കേട്ടോ നമ്മൾക്കുണ്ടായിരുന്നത്. ഫ്രീ സർവീസാണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സർവീസിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ അവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു. ചാവിയൊക്കെ. വണ്ടിയാണെങ്കിൽ നല്ലോണം പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു. വണ്ടി വാങ്ങിയിട്ട് ഏകദേശം നമ്മുടെ ഇൻഡോർക്ക് വാങ്ങിയിട്ട് 6 മാസം എന്താ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 6 മാസത്തിൽ 4 സർവീസ് കഴിഞ്ഞെങ്കിലും നല്ലോണം വണ്ടി പൊടി പിടിച്ച് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വെറുതെ അല്ലേ നമ്മളിരിക്കുന്നത്. 5 മണി വരെ വെറുതെ ഇരിക്കണം. അതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ അടുത്തുള്ള ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ കുറേ ഫ്രീ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. വിലക്കുറവിൽ കിട്ടുന്ന സാധനമുണ്ട്. തലശ്ശേരിയിലുള്ള വിലക്കുറവിൽ കിട്ടുന്ന ചോദിച്ചോളൂ വിലക്കുറവുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പായിരുന്നു. ഇപ്പോൾ അവിടെ ഷോപ്പുണ്ട് കേട്ടോ. ഇത് കുറേ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായതുകൊണ്ട് ഞാൻ വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ചെമ്പും പാത്രങ്ങൾ അങ്ങനെ എല്ലാ അടുക്കളയ്ക്ക് വേണ്ട എല്ലാ അൽക്കുലത്ത് സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ബോർഡൊക്കെ ഉണ്ടായിരുന്നു. കട്ടിങ് ബോർഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കിച്ചൺസിൽ വേണ്ട എല്ലാ ആവശ്യത്തിലുള്ള എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു ഗൈസ്. നല്ല കളർഫുള്ളായ സ്പൂണൊക്കെ കണ്ടോ. വുഡൻ ടൈപ്സും ഉണ്ടായിരുന്നു. കളർ സ്പൂണും വുഡൻ ടൈപ്പിലുള്ള സ്പൂണും പിന്നെ കുറേ പലതരം സ്പൂണുകളൊക്കെ ഉണ്ടായിരുന്നു. വേറെ ഒരു പണിയില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇരുന്നു. കുറേ വിലക്കുറവിലുള്ള സാധനമാണ് കേട്ടോ. നമ്മൾ കാര്യമായിട്ട് വിലയൊന്നും ചോദിച്ചിട്ടില്ല. രാവിലെ തന്നെ ആയതുകൊണ്ട് അവിടെ ആരും ഉണ്ടായിട്ടില്ല കേട്ടോ. നമ്മൾ രാവിലെ പോയത് കൊണ്ട് ആൾക്കാർ കുറവായിരുന്നു. അതുപോലെ തന്നെ അവിടെ സെയിൽസ് ഗേളും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരാളെന്തോ ഉണ്ടായിരുന്നുള്ളൂ. കുറേ ചെരുപ്പും ക്രോക്സും കാര്യങ്ങളൊക്കെയാണ്. നല്ല വിലക്കുറവിലാണുള്ളത്. നമ്മൾ ചോദിച്ച സാധനങ്ങൾക്കൊക്കെ വിലക്കുറവ് അത്യാവശ്യം നല്ല വിലക്കുറവിൽ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ അവിടെ സാധനം. നിങ്ങൾ വേണമെങ്കിൽ പോയിട്ട് വിസിറ്റ് ചെയ്യുക. ഓക്കെ. പിന്നെ എന്താണിതാ ചെരുപ്പ്, കുറേ വീട്ടിലിടുന്ന ചെരുപ്പും ക്രോക്സും എല്ലാ ഐറ്റംസൊക്കെ ഉണ്ട്. നമ്മൾ വില ഒന്നും ചോദിച്ചില്ല, കാരണം നമ്മൾക്ക് ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ വെറുതെ റേറ്റും കാര്യങ്ങളൊന്നും ചോദിക്കാനൊന്നും നിന്നിട്ടില്ല. പിന്നെ കുറേ ഫ്രെയിംസും കാര്യങ്ങളും കാലിഗ്രാഫിയും അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ക്ലോക്ക്, കാലിഗ്രാഫി, ഫ്രെയിം, നല്ല ഫാമിലിക്ക് പറ്റിയ നല്ല ഫ്രെയിംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ക്ലോക്സും കാലിഗ്രാഫി അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. വെറുതെ ഇരിക്കുമ്പോൾ വീഡിയോ ഒക്കെ എടുത്തു, അത്രയേ ഉള്ളൂ. ഒന്നും റേറ്റും കാര്യങ്ങളും ചോദിച്ചിട്ടൊന്നുമില്ല, വീഡിയോ എടുത്തന്നേ ഉള്ളൂ. അവിടെ പോയിട്ട് നിങ്ങൾക്ക് അന്വേഷിച്ചാൽ കറക്റ്റായിട്ട് റേറ്റും കാര്യങ്ങളും ചോദിച്ച് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. തലശ്ശേരി തന്നെയാണ് കേട്ടോ. പിന്നെ ചവിട്ടി അങ്ങനെ വീട്ടിന് വേണ്ട ടവൽസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അടുക്കളയ്ക്ക് ഉപയോഗിക്കുന്ന, വണ്ടിയൊക്കെ കഴുകാൻ നല്ലതാണ് കേട്ടോ ഈ ടവലൊക്കെ. അതൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. ഞാൻ വെറുതെ വീഡിയോ എടുത്തെന്നുള്ളൂ. ആ കർച്ചീഫ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ഗോൾഡൻ കളറാണ് കേട്ടോ. പിന്നെ കുറേ തരം ബാഗ് ഉണ്ടായിരുന്നു കേട്ടോ. ബാഗിലൊക്കെ നല്ല വില കുറവായിരിക്കും. അവിടെ വില കുറവാണെന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ട് എന്തായാലും വിലക്കുറവായിരിക്കും. നിങ്ങൾ ആ പാൻറ്റ്, ഞാൻ ബട്ടർഫ്ലൈ ആയിട്ടുള്ള അതിലൊരു പാൻറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ആ പാൻറ്റ്, ബട്ടർഫ്ലൈ ആയിട്ട്. അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഏകദേശം ഒരു 100 റുപ്പീസ് ആയിട്ടുള്ളൂ കേട്ടോ. പിന്നെ കുറേ മിക്സികളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. എല്ലാ അടുക്കളയ്ക്ക് വേണ്ടി എല്ലാ അൽക്കുലത്ത് സാധനങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ കുറേ വാട്ടർ ബോട്ടിൽസ് ഉണ്ടായിരുന്നു. പിന്നെ കുറേ ടെഡ്ഡി ബെയർ ഉണ്ടായിരുന്നു. നല്ല ക്യൂട്ട് സാധനങ്ങളാണ് കേട്ടോ. ഞാൻ കുറച്ച് നേരം അവിടെ ടെഡ്ഡി ബെയർസൊക്കെ ഇങ്ങനെ നോക്കി നിന്നു. നമ്മൾക്കൊന്നും ആവശ്യമില്ല സാധനമല്ല, എന്നാലും നമ്മൾ ഗേൾസ് ആകുമ്പോൾ ടെഡ്ഡി ബെയർ ഇങ്ങനത്തെ കാര്യങ്ങൾ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ കാണുമ്പോൾ കുറച്ച് നോക്കിപ്പോവില്ലേ.
അതുകൊണ്ട് ഞാനിങ്ങനെ നോക്കിപ്പോയി. നിങ്ങൾക്കും കുട്ടികൾക്കൊക്കെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോളൂ. സോ നല്ല വിലക്കുറവുള്ള സ്ഥലമല്ല, അതുകൊണ്ട് എന്തായാലും വിലക്കുറവായിരിക്കും. ഞാൻ റേറ്റും കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല, ഞാൻ കുറേ വട്ടമായി അങ്ങനെ പറയുന്നു. സോറി. പിന്നെ കുറേ ഭരണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഞാൻ വെറുതെ വീഡിയോ എടുത്തതാണ് കേട്ടോ. വെറുതെ വീഡിയോ എടുത്തതെന്നും ഞാൻ കുറേ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. സോറി, അതിന് ഞാൻ സോറി ചോദിക്കുകയാണ്. അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. കുറേ ചെടിച്ചട്ടികളുണ്ടായിരുന്നു കേട്ടോ. ചെടിച്ചട്ടികൾ ഞാനതിനെ ഫോക്കസ് ചെയ്തെടുത്തത് അവിടെ മേലെ വലിയ വലിയ ടെഡ്ഡി ബേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് വലിപ്പത്തിലുള്ള ടെഡ്ഡി ബേഴ്സ് ഉണ്ടായിരുന്നു, അതിനെയാണ് ഫോക്കസ് ചെയ്തെടുത്തത്. ഇപ്പോൾ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ അവിടെ ചെടിച്ചട്ടിയൊക്കെ ശ്രദ്ധിച്ചത്. അതുകൊണ്ടാണ് ചെടിച്ചട്ടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത് കേട്ടോ. പിന്നെ കുറേ ബക്കറ്റ്സ്, കുറേ കപ്സ്, ഗ്ലാസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ പലതരത്തിലുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും വാങ്ങിച്ചിട്ടില്ല, കാരണം ആവശ്യമില്ല ഇപ്പോൾ കാര്യമായിട്ട്. പിന്നെ നമ്മളൊരു ജ്യൂസ് കുടിക്കാനൊരു ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള പെയിൻറ്റിങ് ഞാൻ എടുത്തതാണ് കേട്ടോ. നല്ല പെയിൻറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് വെറുതെ എടുത്താണ്. രാവിലെ നാസ്ത പോയതുകൊണ്ട് തന്നെ കാര്യമായിട്ട് വിശപ്പൊന്നും ഉണ്ടായിട്ടില്ല. ഒരു മുസംബി ജ്യൂസേ നമ്മൾ കുടിച്ചിട്ടുണ്ടായിട്ടുള്ളൂ അവിടെ. അതുകൊണ്ട് നമ്മൾ അവിടെ ഉണ്ടായിരുന്ന ഐറ്റംസൊക്കെ ഞാൻ വെറുതെ വീഡിയോസ് എടുത്തതന്നേ ഉള്ളൂ. അപ്പോൾ നല്ല മുസംബി ജ്യൂസൊക്കെ കുടിച്ച് നമ്മുടെ ദാഹം അകറ്റി ഗൈസ്. അപ്പോൾ നമ്മളൊരു വർത്തമാനം കാര്യങ്ങളൊക്കെ പറഞ്ഞ്